വീണ വിജയന് കാനഡയിൽ മറ്റൊരു കമ്പനി ഉണ്ട് എന്ന് തോന്നത്തക്ക തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഷോൺ ജോർജ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. അത് സംബന്ധിച്ച് വീണ ഒരു പരാതി നൽകി തിരുവനന്തപുരത്ത് അത് സംബന്ധിച്ച് കേസും എടുത്തിട്ടുണ്ട്. നമ്മോടൊപ്പം ഷോൺ ജോർജ് ചേരുന്നു. താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വീണ്ടും ഒരു കേസിലേക്ക് എത്തി നിൽക്കുന്നത്. എന്തായിരുന്നു ആ പോസ്റ്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്? എൻ്റെ പോസ്റ്റ് ഇതാ മറ്റൊരു പെൻഷൻ സംരംഭം. എന്തൊരു പെൻഷനാണിത്? ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ആ കമ്പനി അവരുടേതാണെന്ന് അവർക്ക് തോന്നിയാൽ, ഒരു കമ്പനിയുടെ പേര് കൂടി പറയുന്നുണ്ട്. കമ്പനിയുടെ പേരും പറഞ്ഞിട്ടുണ്ട്, Sky 11 എന്ന് പറയുന്നൊരു കമ്പനി. അങ്ങനെ ഞാനൊരു പോസ്റ്റ് ഇടുമ്പോൾ അത് അവരുടേതാണെന്ന് അവർക്ക് തോന്നിയാൽ, അവിടെ ഞാൻ നേരത്തെ പറയാറുണ്ടല്ലോ, പഴമക്കാർ പറയാറുണ്ടല്ലോ, ഈ കൊഴിയത്ത കട്ടവൻ്റെ തലയിൽ പപ്പുണ്ടാവുമെന്ന്. അപ്പോൾ അവർക്ക് അങ്ങനെ എന്തോ തോന്നൽ അവർക്കുണ്ടായതുകൊണ്ടാകാം അവർ ഈ കേസ് കൊടുക്കാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ അവർ പറയുന്ന അവരുടെ പിതാവ് മുഖ്യമന്ത്രിയും അതുപോലെ മന്ത്രിയും ഒക്കെ അപമാനിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് മാനസികമായ പല ബുദ്ധിമുട്ടുകളുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരുടെ പേര്, അവരുടെയോ അവരുടെ ഭർത്താവിൻ്റെയോ അവരുടെ പിതാവ് മുഖ്യമന്ത്രിയുടെയോ ഒന്നും പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ഈ കേസിനെ എങ്ങനെ നേരിടാനാണ്? ഞാനൊരു അഭിഭാഷകനല്ലേ, ഞാൻ എങ്ങനെ നേരിടുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. എൻ്റെ വഴി അതാണല്ലോ. നിലവിലിട്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ പോസ്റ്റും ഒരു അധികാര ദുർവിനിയോഗത്തിൻ്റെ ഒരു നേർചിത്രം അതാണോ തുറന്നു കാണിക്കാൻ ഉദ്ദേശിച്ചത്? ഈ പോസ്റ്റ് ഞാനുമായിട്ട് ലിങ്ക് ചെയ്യാൻ നിങ്ങൾ എത്ര നോക്കിയാലും നടക്കില്ല. കാരണം ഈ പോസ്റ്റ് ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എൻ്റെ പോസ്റ്റ് വായിച്ചവർക്ക് മനസ്സിലാവും. ഈ ഒരു പോസ്റ്റിൽ ഒതുങ്ങിപ്പോകുമോ അതോ ഇതിനപ്പുറത്തേക്ക് കൂടുതലായിട്ട് നീങ്ങാനാണ് തന്നെയാണ്? കേരള സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റായ ധാതുമണൽ കൊള്ള ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് നിർത്തിവെപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് നിർത്തലാക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇനി അത് കേരള സംസ്ഥാനത്തിന് ഗുണകരമാകുന്ന രീതിയിൽ, അതിന് കേരള സംസ്ഥാനത്ത് വലിയ കടക്കണിയിലാണ് സംസ്ഥാനം, ഗുണകരമാകുന്ന രീതിയിൽ അതെങ്ങനെ ഉപയോഗിക്കാൻ കഴിയും, അതിൽ ഇതുവരെ നേതൃത്വം കൊടുത്തവരെ എങ്ങനെ അഴിക്കുള്ളിലാക്കാൻ കഴിയും, ഇവർക്കെതിരെ എങ്ങനെ നിയമ നടപടികൾ സ്വീകരിക്കാൻ കഴിയും, ഇതൊക്കെയാണ് എൻ്റെ മുമ്പിലുള്ള കാര്യങ്ങൾ. അത് ഞാൻ കൃത്യമായി ചെയ്യും. ആ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഷോൺ ജോർജ് വ്യക്തമാക്കുന്നത്. ആൻ്റണി ഗ്രിഗറിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.